ഹലോ ഫ്രണ്ട്സ്, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ നിഷ. എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. നമ്മുടെ ജീവിതത്തിൽ വലിയ ചേഞ്ചസ് കൊണ്ടുവരാൻ കഴിവുള്ള ഒരു കാര്യമാണത്. അതാണ് ഫോക്കസ് അല്ലെങ്കിൽ ശ്രദ്ധ. നിങ്ങൾ ഈ വീഡിയോയിൽ ക്ലിക്ക് ചെയ്തത് തന്നെ എന്തോ ഒരു വിഷയത്തിൽ കൂടുതൽ ശ്രദ്ധ കൊടുക്കാൻ വേണ്ടിയിട്ടാണല്ലേ. ഇവിടെ ഇത് കേൾക്കുന്ന എത്ര പേര് ചിന്തിച്ചിട്ടുണ്ട്, എനിക്ക് ശരിക്കും ഫോക്കസ് കുറവാണ്, ചിലർക്കത് ദൈവം കൊടുത്തൊരു ഗിഫ്റ്റാണ്, എനിക്കിത് കിട്ടിയില്ല. സത്യം പറഞ്ഞാൽ പണ്ടൊക്കെ ഞാനും അങ്ങനെ തന്നെയാണ് കരുതിയിരുന്നത്. അവൻ്റെ ശ്രദ്ധ ഭയങ്കരമാണ്, എനിക്ക് അങ്ങനെയല്ല, എൻ്റെ ശ്രദ്ധ എപ്പോഴും തെറ്റിപ്പോകും എന്നൊക്കെ നമ്മൾ പറയാറില്ലേ. നമ്മളിൽ പലരും വിശ്വസിക്കുന്നത് ഈ ഫോക്കസ് എന്ന് പറയുന്നത് ചില ഭാഗ്യമുള്ളവർക്ക് മാത്രം, ചില ഇൻ്റലിജൻ്റ് ആയ ആളുകൾക്ക് മാത്രം കിട്ടിയ ഒരു ദൈവദത്തമായ ഒരു കഴിവാണെന്നാണ്. ഞാൻ ആദ്യമേ പറയട്ടെ, ഫോക്കസ് എന്ന് പറയുന്നത് ഒരു കഴിവാണ്, അല്ലാതെ അതൊരു ഗിഫ്റ്റല്ല. ഏതൊരു കഴിവ് പോലെയും നിങ്ങൾക്കിതിനെ പരിശീലിപ്പിക്കാൻ സാധിക്കും. നമ്മൾ സൈക്കിൾ ഓടിക്കാൻ പഠിക്കുന്നത് പോലെ, അല്ലെങ്കിൽ പാട്ട് പാടാൻ പഠിക്കുന്നത് പോലെ ഇതിനെയും നമുക്ക് ട്രെയിൻ ചെയ്യാം, പ്രാക്ടീസ് ചെയ്യാം, ഇതിൽ മാസ്റ്റർ ആവാം. മനസ്സിലാക്കേണ്ട ഒരേ ഒരു കാര്യം, ഇത് വെറുതെ കിട്ടുന്ന ഒന്നല്ല, നമ്മൾ ബോധപൂർവം വളർത്തിയെടുക്കേണ്ട ഒന്നാണ്. നിങ്ങൾ ജിമ്മിൽ പോകുന്ന കാര്യം ഒന്ന് ആലോചിച്ച് നോക്കൂ. നമ്മൾ സ്ഥിരമായിട്ട് വെയ്റ്റ്സ് എടുക്കുമ്പോൾ എന്ത് സംഭവിക്കും? നിങ്ങളുടെ മസിൽസ് ബലപ്പെടും, അത് വളരും. എന്നാൽ നിങ്ങൾ വർക്കൗട്ട് നിർത്തിയാലോ, ആ മസിൽസ് പതുക്കെ വീക്കാവും അല്ലേ? ഇതേ നിയമം തന്നെയാണ് നമ്മുടെ മനസ്സിന്റെ ശ്രദ്ധയുടെ കാര്യത്തിലും. നിങ്ങളുടെ ശ്രദ്ധിക്കാനുള്ള കഴിവ്, അതായത് നിങ്ങളുടെ ഫോക്കസ്, അതൊരു മെന്റൽ മസിൽ പോലെയാണ്. നിങ്ങളതിനെ എത്രത്തോളം ശ്രദ്ധയോടെ പരിശീലിപ്പിക്കുന്നുവോ അത്രത്തോളം അത് കൂടുതൽ ഷാർപ്പാകുന്നു, കൂടുതൽ പവർഫുൾ ആകുന്നു. നിങ്ങളത് ഉപയോഗിക്കാതിരുന്നാലോ, നിങ്ങൾ പെട്ടെന്ന് ഡിസ്ട്രാക്റ്റഡ് ആവും. അതായത് പെട്ടെന്ന് നമ്മുടെ ശ്രദ്ധ പോകും, നമ്മൾ ഭയങ്കര വീക്കായിട്ട് ഫീൽ ചെയ്യും. കൂട്ടുകാരെ, ഇന്നത്തെ ലോകം എങ്ങനെയാ? എപ്പോഴും എവിടെയെങ്കിലും ശ്രദ്ധ തെറ്റിക്കാൻ വേണ്ടി എന്തെങ്കിലും ഒരു സാധനം ഉണ്ടാവും. ഫോണിൽ ഒരു നോട്ടിഫിക്കേഷൻ വരും, സോഷ്യൽ മീഡിയയിൽ ഒരു പുതിയ പോസ്റ്റ് വരും. ഈ ബഹളങ്ങൾ നിറഞ്ഞ ലോകത്ത് ആരാണോ തങ്ങളുടെ ശ്രദ്ധയെ എങ്ങനെ പരിശീലിപ്പിക്കണമെന്ന് അറിയുന്നത് അവരായിരിക്കും എപ്പോഴും വേറിട്ട് നിൽക്കുക, അല്ലെങ്കിൽ വിജയിക്കുക. ഇങ്ങനെയുള്ള നോയ്സിൽ നിന്നും ശ്രദ്ധയെ ഫിൽട്ടർ ചെയ്ത് കൃത്യമായ കാര്യത്തിൽ ഫോക്കസ് ചെയ്യാൻ അറിയുന്ന ആളുകളാണ് എല്ലാ മേഖലയിലും സ്റ്റാൻഡ് ഔട്ട് ചെയ്യുന്നത്. അവരെപ്പോഴും മുന്നിട്ട് നിൽക്കും. ഇത് ലക്കല്ല, അവർ ബിൽഡ് ചെയ്തെടുത്ത സ്കില്ലാണ്. ഫോക്കസ് ഒരു കഴിവാണെന്നതിന് ഏറ്റവും വലിയ തെളിവ് ആരാണെന്നറിയോ? കുട്ടികൾ. നിങ്ങൾ ചെറിയ കുട്ടികളെ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഒരു കുഞ്ഞ് ജനിക്കുമ്പോൾ അവർക്കൊരു സെക്കൻഡ് പോലും അടങ്ങിയിരിക്കാൻ കഴിയില്ല. ചുറ്റും എന്ത് കണ്ടാലും ശ്രദ്ധ പോകും. ഒരേ കാര്യത്തിൽ കൂടുതൽ നേരം ശ്രദ്ധ കൊടുക്കാനേ കഴിയില്ല. ചുറ്റുമുള്ള എല്ലാ കാര്യത്തിലും പെട്ടെന്ന് ശ്രദ്ധ പോകും അവർക്ക്. പക്ഷേ അവർ വളരുമ്പോൾ ഗൈഡൻസിലൂടെ, ചെറിയ ഡിസിപ്ലിനിലൂടെ, പ്രാക്ടീസിലൂടെ അവർ പതിയെ ശ്രദ്ധിക്കാൻ പഠിക്കുന്നു. സ്കൂളിൽ പോകുമ്പോൾ ഒരു ബെഞ്ചിലൊക്കെ അടങ്ങിയിരിക്കാൻ പഠിക്കുന്നു, ഒരു ബുക്ക് വായിക്കാൻ പഠിക്കുന്നു. അത് ഒറ്റ രാത്രി കൊണ്ട് സംഭവിക്കുന്ന മാജിക് അല്ല, അല്ലേ? അത് ആവർത്തനത്തിലൂടെ, അതായത് റെപ്പറ്റീഷനിലൂടെയാണ് സംഭവിക്കുന്നത്. ഒരു കാര്യത്തിൽ ശ്രദ്ധ കൊടുക്കുക, ശ്രദ്ധ മാറുമ്പോൾ തിരികെ കൊണ്ടുവരിക, ഈ ഇന്റൻഷണൽ പ്രാക്ടീസിലൂടെയാണ് ഈ സ്കിൽ ഉണ്ടാവുന്നത്. ഇത് പടിപടിയായി വളർത്തിയെടുക്കുന്നതാണ്. പക്ഷെ നമ്മൾ മുതിർന്നവർ പലപ്പോഴും ഇത് മറന്നു പോകുന്നു. ഫോക്കസ് ഓട്ടോമാറ്റിക്കായിട്ട് വരേണ്ട ഒന്നാണെന്നാണ് നമ്മൾ വിചാരിച്ചിരിക്കുന്നത്. ഈ ശ്രദ്ധയെ പറ്റി ആളുകൾ വരുത്തുന്ന ഏറ്റവും വലിയ തെറ്റെന്താണെന്നറിയോ? ഈ ശ്രദ്ധ എന്ന് പറയുന്നത്, അതായത് ഫോക്കസ് എന്ന് പറയുന്നത് കൂടുതൽ കഠിനമായിട്ട് ശ്രമിക്കുക എന്നാണെന്നാണ് അവർ കരുതിയിരിക്കുന്നത്. ശ്രദ്ധ എന്നാൽ പ്രധാനമല്ലാത്ത കാര്യങ്ങളെ അവഗണിക്കാനും, അതായത് ഇഗ്നോർ ചെയ്യാനും, നിങ്ങളുടെ ഊർജം പ്രധാനപ്പെട്ട കാര്യങ്ങളിലേക്ക് തിരിച്ചുവിടാനും നിങ്ങളുടെ തലച്ചോറിനെ പരിശീലിപ്പിക്കുക എന്നതാണ്. എങ്ങനെയാണ് നമ്മുടെ മനസ്സിനെ ഫോക്കസ് ചെയ്യാൻ പരിശീലിപ്പിക്കേണ്ടതെന്ന് നോക്കാം. സിമ്പിളായിട്ട് തുടങ്ങാം. നിങ്ങൾ ജിമ്മിൽ പോകുമ്പോൾ പെട്ടെന്ന് വെയിറ്റ് എടുക്കുമോ? ഇല്ലല്ലോ. അതുപോലെയാണ് ബ്രെയിൻ്റെ കാര്യവും. അപ്പോൾ അതിൽ ഒന്നാമത്തേത് ചെറിയ ലക്ഷ്യങ്ങൾ വെച്ച് തുടങ്ങുക എന്നതാണ്. അതായത് 15 മിനിറ്റ് നിയമം. നിങ്ങളൊരു ജോലി ചെയ്യുമ്പോൾ വെറും 15 മിനിറ്റ് നേരത്തേക്ക് മാത്രം തടസ്സമില്ലാതെ ആ ജോലിയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ തീരുമാനമെടുക്കുക. ഫോൺ നോക്കരുത്, മെസ്സേജ് ചെക്ക് ചെയ്യരുത്, സോഷ്യൽ മീഡിയയിൽ പോകരുത്. ഇനി
ഈ 15 മിനിറ്റിനുള്ളിൽ നിങ്ങളുടെ മനസ്സ് അലഞ്ഞു നടക്കാൻ തുടങ്ങിയാൽ, കാരണം അത് ഉറപ്പായും സംഭവിക്കും, അതിനെ മെല്ലെ ജഡ്ജ്മെൻ്റ് ഇല്ലാതെ തിരികെ ടാസ്കിലേക്ക് കൊണ്ടുവരിക. കാലക്രമേണ ആ 15 മിനിറ്റ് 30 മിനിറ്റ് ആകും, പിന്നെ അത് 45 മിനിറ്റ് ആകും, അത് 90 മിനിറ്റ് വരെ ആകാം. അങ്ങനെയാണ് നമ്മൾ ശ്രദ്ധ ഉണ്ടാക്കിയെടുക്കേണ്ടത്. ആദ്യത്തേത് ചെറിയ ലക്ഷ്യങ്ങൾ വെച്ച് തുടങ്ങുക എന്നായിരുന്നു. ഇനി രണ്ടാമത്തേത് അനാവശ്യമായ ബഹളങ്ങൾ ഒഴിവാക്കുക എന്നതാണ്. ഓരോ തവണ നിങ്ങളൊരു നോട്ടിഫിക്കേഷൻ കാണുമ്പോൾ റിയാക്ട് ചെയ്യുമ്പോഴും, വെറുതെ ശീലം പോലെ ഫോൺ ചെക്ക് ചെയ്യുമ്പോഴും, നിങ്ങളൊരു ടാസ്കിൽ നിന്ന് മറ്റൊന്നിലേക്ക് ചാടുമ്പോഴും നിങ്ങളുടെ തലച്ചോറിനെ, അതായത് നിങ്ങളുടെ ബ്രെയിനിനെ അങ്ങോട്ടും ഇങ്ങോട്ടും ചിതറിപ്പോകാൻ നിങ്ങൾ പഠിപ്പിക്കുകയാണ്. സത്യത്തിൽ നിങ്ങൾ നിങ്ങളുടെ ഫോക്കസ് മസിൽസിനെ ദുർബലപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. എന്നാൽ നേരെ മറിച്ച് നിങ്ങൾ ബൗണ്ടറീസ് വെക്കുമ്പോൾ, അതായത് ഫോൺ സൈലൻ്റ് ആക്കുമ്പോൾ അല്ലെങ്കിൽ നോട്ടിഫിക്കേഷനുകൾ സൈലൻ്റ് ആക്കി വെക്കുമ്പോൾ, മാത്രമല്ല ശ്രദ്ധ മാറാത്ത ഒരു അന്തരീക്ഷം സൃഷ്ടിക്കുമ്പോൾ, നിങ്ങൾ നിങ്ങളുടെ തലച്ചോറിനോട് പറയുകയാണ്, ഇതാണ് ഇപ്പോൾ പ്രധാനം. അതുകൊണ്ട് എന്ത് ചെയ്യണം? ബൗണ്ടറീസ് സെറ്റ് ചെയ്യണം. നോട്ടിഫിക്കേഷനുകൾ സൈലൻ്റ് ആക്കുക, ശ്രദ്ധ തെറ്റാത്തൊരു അന്തരീക്ഷം സൃഷ്ടിക്കുക. നിങ്ങൾ സ്വയം പറയുക, ഇതാണ് ഇപ്പോൾ പ്രധാനം. ഈ ഫോക്കസ് അല്ലെങ്കിൽ ശ്രദ്ധ ഒരു കഴിവായിട്ട് കാണുന്നതിൻ്റെ ഭംഗി എന്തെന്നാൽ, അതിൻ്റെ നിയന്ത്രണം നിങ്ങളുടെ കൈകളിലേക്ക് തിരികെ വരുന്നു എന്നതാണ്. അതൊരു വരമാണെന്ന് നിങ്ങൾ വിചാരിച്ചാൽ, എനിക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ കഴിയില്ല, അല്ലെങ്കിൽ ഞാൻ എപ്പോഴും ശ്രദ്ധ തെറ്റിപ്പോകുന്ന ആളാണ് എന്ന് പറഞ്ഞ് നിങ്ങൾ ഒഴിഞ്ഞു മാറാനുള്ള ന്യായങ്ങൾ പറയും. എന്നാൽ ഇതൊരു സ്കില്ലാണെന്ന് മനസ്സിലാക്കിയാലോ? നിങ്ങൾക്കറിയാം, ഇത് ട്രെയിൻ ചെയ്യുന്നത് നിങ്ങളുടെ റെസ്പോൺസിബിലിറ്റി ആണെന്ന്. മറ്റൊരാൾക്ക് നിങ്ങൾക്ക് വേണ്ടി ഒന്നും ചെയ്യാൻ കഴിയില്ല. നിങ്ങൾ ട്രെയിൻ ചെയ്യാൻ തുടങ്ങുമ്പോൾ നിങ്ങളുടെ ലൈഫ് മാറാൻ തുടങ്ങും. നിങ്ങൾ കൂടുതൽ ഗ്രൗണ്ടഡായി ഫീൽ ചെയ്യും. നിങ്ങളുടെ മൈൻഡിനെ കൺട്രോൾ ചെയ്യുന്നത് നിങ്ങളായിരിക്കും, ചുറ്റുമുള്ള ഡിസ്ട്രാക്ഷൻസ് അല്ല. നിങ്ങൾ പരിശീലനം തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതം മാറാൻ തുടങ്ങുന്നത് നിങ്ങൾ കാണും. കുറഞ്ഞ സമയം കൊണ്ട് കൂടുതൽ കാര്യങ്ങൾ ചെയ്തു തീർക്കും. അലഞ്ഞു തിരിയുന്ന ഒരു തോന്നൽ മാറും, പകരം കൂടുതൽ ഉറച്ച ഒരവസ്ഥയിലേക്ക് എത്തും. ഏറ്റവും പ്രധാനമായിട്ട് ചുറ്റുമുള്ള ഓരോ കാര്യങ്ങൾക്കും നിങ്ങളുടെ മനസ്സിനെ നിയന്ത്രിക്കാൻ അനുവദിക്കാതെ സ്വന്തം മനസ്സിൻ്റെ നിയന്ത്രണം ഏറ്റെടുക്കാൻ നിങ്ങൾ പഠിക്കും. അപ്പോൾ കൂട്ടുകാരെ, നിങ്ങളുടെ അറ്റൻഷനാണ് നിങ്ങൾക്ക് സ്വന്തമായിട്ടുള്ള ഏറ്റവും വിലയേറിയ കാര്യം. നമ്മളിതിനെ വെറുതെ കളഞ്ഞുകൊണ്ടിരിക്കുക. ഒന്ന് ആലോചിച്ച് നോക്കൂ. ഓരോ ദിവസവും പലതരത്തിലുള്ള ആപ്ലിക്കേഷൻസ്, മീഡിയ, കമ്പനീസ്, ആളുകൾ എല്ലാവരും നിങ്ങളുടെ അറ്റൻഷന് വേണ്ടി മത്സരിക്കുകയാണ്. എന്തിനാണ്? കാരണം നിങ്ങളുടെ ശ്രദ്ധ എങ്ങോട്ട് പോകുന്നുവോ അങ്ങോട്ട് നിങ്ങളുടെ എനർജിയും ഒഴുകുന്നു. എവിടെ നിങ്ങളുടെ എനർജി ഒഴുകുന്നുവോ അവിടെയാണ് നിങ്ങളുടെ റിസൾട്ട് ഉണ്ടാകുന്നത്. അതായത് നിങ്ങൾ നിങ്ങളുടെ ശ്രദ്ധ അനാവശ്യമായ സ്ക്രോളിങ്ങിലും മറ്റുള്ളവരുമായിട്ട് നിങ്ങളെ താരതമ്യം ചെയ്യുന്നതിലുമൊക്കെ ചെലവഴിച്ചാൽ നിങ്ങളുടെ എനർജി പാഴാവും. എന്നാൽ നിങ്ങൾ നിങ്ങളുടെ ശ്രദ്ധ ലക്ഷ്യങ്ങളിലേക്കും വളർച്ചയിലേക്കും ശരിക്കും പ്രധാനപ്പെട്ട കാര്യങ്ങളിലേക്കും തിരിച്ചുവിട്ടാൽ നിങ്ങൾ വലിയ വിജയങ്ങൾ ഉണ്ടാക്കി തുടങ്ങും. പണം പോലെ തന്നെയാണ് ശ്രദ്ധയും. നിങ്ങൾ കെയർലെസ് ആയിട്ട് പണം ചെലവഴിച്ചാൽ നിങ്ങൾ എപ്പോഴും സാമ്പത്തികമായി കഷ്ടപ്പെടും, അല്ലേ? നിങ്ങൾ ബുദ്ധിപൂർവമായിട്ട് ഇൻവെസ്റ്റ് ചെയ്താലോ അത് വളരും, കൂടുതൽ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടാവും. നിങ്ങളുടെ ശ്രദ്ധയും അതുപോലെ തന്നെയാണ് പ്രവർത്തിക്കുന്നത്. ഓരോ തവണ നിങ്ങൾ അർത്ഥവത്തായ ഒരു കാര്യത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ തിരഞ്ഞെടുക്കുമ്പോഴും നിങ്ങൾ നിങ്ങളിൽ തന്നെ നിക്ഷേപിക്കുകയാണ്. അത് കഴിവുകളും പുരോഗതിയും ഉണ്ടാക്കുന്നു. ഓരോ തവണ നിങ്ങൾ ശ്രദ്ധ പാഴാക്കുമ്പോഴും നിങ്ങളുടെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ ഉപയോഗിക്കാമായിരുന്ന എനർജി നിങ്ങൾ കളയുകയാണ്. ഇതൊന്ന് ആലോചിച്ച് നോക്കൂ. 2 പേര് രാവിലെ എഴുന്നേൽക്കുന്നു. ഒന്നാമത്തെ ആള് ഉടൻ തന്നെ ഫോൺ എടുത്ത് 30 മിനിറ്റ് സ്ക്രോൾ ചെയ്യുന്നു. ആവശ്യമില്ലാത്ത കാര്യങ്ങൾ കൊണ്ട് മനസ്സ് നിറയ്ക്കുന്നു. ദിവസം തുടങ്ങുന്നതിന് മുമ്പേ ഇയാള് ക്ഷീണിച്ചവനും ശ്രദ്ധ തെറ്റിയവനുമായി. രണ്ടാമത്തെ ആള് അതേ 30 മിനിറ്റ് വായിക്കുകയോ എഴുതുകയോ പ്രധാനപ്പെട്ട ഒരു ജോലിയിൽ ഏർപ്പെടുകയോ ചെയ്യുന്നു. ഇയാൾ വ്യക്തതയോടും നല്ല ദിശാബോധത്തോടു കൂടി ദിവസം ആരംഭിക്കുന്നു. മാസങ്ങളും വർഷങ്ങളും ഇത് തുടർന്നാൽ അവരുടെ ജീവിതം എത്രമാത്രം വ്യത്യാസപ്പെട്ടിരിക്കും. ഒരാൾ വളർച്ച ഉണ്ടാക്കുന്നു, മറ്റൊരാൾ അവിടെ തന്നെ കുടുങ്ങിക്കിടക്കുന്നു. ഇനി ശ്രദ്ധ കൂട്ടാനുള്ള 3 സിമ്പിളായിട്ടുള്ള ദൈനംദിന ശീലങ്ങൾ പറയാം. നിങ്ങൾക്ക് ഒറ്റ ദിവസം കൊണ്ട് ശ്രദ്ധാശക്തി കൂട്ടാനാവില്ല. അത് നിങ്ങൾ എല്ലാ ദിവസവും ചെയ്യുന്ന ചെറിയ ശീലങ്ങളിലൂടെ കെട്ടിപ്പടുക്കുന്നതാണ്. ഒന്നാമത്തേത്,
ദിവസത്തിന് മുൻഗണന നിശ്ചയിക്കുക. മിക്ക ആളുകളും രാവിലെ എഴുന്നേൽക്കും, ഫോൺ എടുക്കും, എന്നിട്ട് ലോകം തീരുമാനിക്കുന്ന കാര്യങ്ങൾക്ക് ശ്രദ്ധ കൊടുക്കും. ഇമെയിലുകൾ, മെസ്സേജുകൾ, നോട്ടിഫിക്കേഷനുകൾ ഇതൊക്കെ അവരുടെ ശ്രദ്ധയെ ഹൈജാക്ക് ചെയ്യും. അപ്പോൾ എങ്ങനെ പരിശീലിക്കാം? പകരം നിങ്ങൾ സ്വയം ചോദിക്കുക, ഇന്ന് ഞാൻ തീർച്ചയായും ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട 1 അല്ലെങ്കിൽ 2 കാര്യങ്ങൾ എന്താണ്? ഇങ്ങനെ മുൻകൂട്ടി കാര്യങ്ങൾ തീരുമാനിക്കുമ്പോൾ നിങ്ങളുടെ തലച്ചോറിനോട് ഇവിടേക്കാണ് എൻ്റെ എനർജി പോകേണ്ടതെന്ന് നിങ്ങൾ പറയുന്നു. ഈ ഒരു ക്ലാരിറ്റി ശ്രദ്ധ തെറ്റിക്കുന്ന കാര്യങ്ങളെ ഫിൽട്ടർ ചെയ്യാൻ നിങ്ങളുടെ മനസ്സിനെ പഠിപ്പിക്കുന്നു. അതായത് രാവിലെ എഴുന്നേറ്റ ഉടൻ ഫോൺ എടുക്കാതെ 15 മിനിറ്റ് ജേർണലിംഗ് ചെയ്യുക. ഇന്ന് എനിക്ക് തീർച്ചയായിട്ടും ചെയ്യേണ്ട 1-2 കാര്യം എന്താണ് എന്നെഴുതുക. ഇനി രണ്ടാമത്തേത് ഫോക്കസ് ആണ്. അതായത് ജോലി തുടങ്ങുന്നതിന് മുമ്പ് മനസ്സിനെ ഒരു ഫോക്കസ് മോഡിലേക്ക് മാറ്റുന്ന ഒരു ചെറിയ ശീലം. അതിന് ചിലരൊരു കാപ്പിയുമായിട്ടൊക്കെ ഇരുന്ന് ഒരു 5 മിനിറ്റ് ജേർണലിംഗ്, ചിലർ ബ്രീത്തിങ് എക്സസൈസ് ചെയ്യും, ചിലർ പ്രാർത്ഥിക്കും, ചിലർ നോട്ടിഫിക്കേഷനൊക്കെ ഓഫ് ചെയ്ത് വെക്കും. ഈ ശീലം ലളിതമായി മതി. ഇത് നിങ്ങളുടെ തലച്ചോറിനൊരു സിഗ്നൽ നൽകും, ശ്രദ്ധ കേന്ദ്രീകരിക്കാനുള്ള സമയമായി. ഈ ആവർത്തനം നിങ്ങളുടെ മനസ്സിനെ വേഗത്തിൽ ജോലിയിലേക്ക് പ്രവേശിക്കാൻ സഹായിക്കും. ഇനി മൂന്നാമത്തെ, ഒരൊറ്റ ജോലി മാത്രം ചെയ്യുക. ഒരേ സമയം ഒരൊറ്റ കാര്യം മാത്രം ചെയ്യാൻ നിങ്ങളുടെ മനസ്സിനെ പരിശീലിപ്പിക്കുക. നിങ്ങളോട് തന്നെ പറയുക, അടുത്ത 20 മിനിറ്റ് ഞാൻ ഇത് മാത്രമേ ചെയ്യുന്നുള്ളൂ. ഈ സിംഗിൾ ടാസ്കിംഗ് പരിശീലിക്കും തോറും നിങ്ങളുടെ ശ്രദ്ധയെ ലോക്ക് ചെയ്ത് നിർത്താനുള്ള കഴിവ് വർദ്ധിക്കും. ഇനി ശ്രദ്ധയുടെ ഏറ്റവും പ്രധാനപ്പെട്ട അടിത്തറയാണ് വ്യക്തത, അതായത് ക്ലാരിറ്റി. വ്യക്തതയില്ലെങ്കിൽ നിങ്ങളുടെ മനസ്സ് ലക്ഷ്യമില്ലാതെ അലഞ്ഞു തിരിയും. നിങ്ങളൊരു GPS പോലെ നിങ്ങളുടെ മനസ്സിനെ സങ്കല്പിക്കുക. അതിന് വ്യക്തമായ ഒരു ലക്ഷ്യസ്ഥാനം വേണം. ലക്ഷ്യം കൊടുത്തില്ലെങ്കിൽ അത് വെറുതെ ഇങ്ങനെ കറങ്ങി നടക്കും. നിങ്ങൾ കൃത്യമായ ലക്ഷ്യം കൊടുത്താലോ അത് ലോക്ക് ചെയ്യുകയും ഏറ്റവും വേഗത്തിലുള്ള വഴി കണ്ടെത്തുകയും ചെയ്യും. അപ്പോൾ നിങ്ങളുടെ ലക്ഷ്യങ്ങളും മുൻഗണനകളും പേപ്പറിൽ എഴുതി വെക്കുക. മനസ്സിൽ വെച്ചാൽ അത് ചിതറിപ്പോവും. എഴുതുമ്പോൾ തലച്ചോറിന് വ്യക്തമായിട്ടുള്ള നിർദ്ദേശം ലഭിക്കും. നിങ്ങളൊരു ക്ലാരിറ്റി ഉള്ള ആളായിട്ട് മാറുമ്പോൾ നിങ്ങൾ ശ്രദ്ധ തെറ്റിക്കുന്ന ശബ്ദങ്ങളെ അവഗണിക്കാൻ തുടങ്ങും. നിങ്ങൾ പ്രധാനപ്പെട്ട കാര്യത്തിൽ മാത്രം എനർജി നൽകും. അപ്പോൾ കൂട്ടുകാരെ, ഈ ശ്രദ്ധ എന്നത് നിങ്ങൾ കാത്തിരിക്കേണ്ട ഒന്നല്ല, അത് നിങ്ങൾ എല്ലാ ദിവസവും കെട്ടിപ്പടുക്കേണ്ട ഒന്നാണ്. നിങ്ങളുടെ ശ്രദ്ധയെ സംരക്ഷിക്കുക, അതിനെ വിവേകത്തോടെ നിക്ഷേപിക്കുക. അപ്പോൾ നിങ്ങളുടെ ജീവിതം നിങ്ങളുടെ നിയന്ത്രണത്തിലാകും. നിങ്ങൾ ഈ ലോകത്തിൻ്റെ ശ്രദ്ധ മാറ്റുന്ന കാര്യങ്ങൾക്ക് അടിമപ്പെടാതെ നിങ്ങളുടെ സ്വപ്നങ്ങളിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിച്ച് മുന്നോട്ട് പോകും. നിങ്ങളുടെ ശ്രദ്ധയും എനർജിയും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ നിക്ഷേപിക്കാൻ നിങ്ങൾ തയ്യാറാണോ? നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. ഇത്രയും നേരം എൻ്റെ വീഡിയോ കണ്ട എല്ലാവർക്കും ഒരുപാട് നന്ദി. ഇനി അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്